അങ്ങനെ ഏകദേശം 10-15 ദിവസത്തെ നാട്ടിലെ സഹവാസത്തിന് ശേഷം ഞാൻ തിരിച്ച് പോവുകയാണ്. ഗബ്രുക്കുട്ടൻ 2 മാസമായിട്ട് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു പോകും, അപ്പനെ കാണാം, ഫ്രണ്ട്സിനെ കാണാം എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് അവനും ഉണ്ട്. എല്ലാ പ്രാവശ്യവും ഈ യാത്ര പറയുന്നത് ഒരു വിഷമമുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം എത്ര നാൾ കഴിഞ്ഞാൽ കാണാമെന്നുള്ളൊരു വിഷമമാണ്. ഈ പ്രാവശ്യം കുറച്ചും കൂടെ ഇൻറ്റൻസിറ്റിയിൽ വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പക്ഷേ പുറത്ത് വിഷമം കാണിക്കാറില്ലാത്ത മനുഷ്യന്മാരാണ്, കരയുകയൊന്നും ചെയ്യില്ല. ഇങ്ങനെ എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പം നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് സെക്യൂരിറ്റി ക്ലിയറൻസൊക്കെ കഴിഞ്ഞു അകത്ത് കയറി ഫുഡ് അടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ബർഗർ കിങ്ങിലും എന്നാണ് ഫുഡ് ഗബ്രുക്കുട്ടൻ വാങ്ങുന്നത്. പിന്നെ ഞാൻ അവിടുന്ന് ഒരു ദോശയൊക്കെ വാങ്ങിച്ചു കഴിച്ചു. അങ്ങനെ അവിടുന്ന് നമ്മൾ നെടുമ്പാശ്ശേരിയിൽ നിന്ന് ഫ്ലൈറ്റിൽ കയറി. ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഖത്തറാണ്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഖത്തറിലെത്തിയിട്ടുണ്ട്, ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇവിടെ നമുക്ക് സീറ്റിങ്ങിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തു. പിന്നെ അവിടെ ഫുഡ് കോർട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഗബ്രുക്കുട്ടൻ അത് ഇതൊക്കെ കണ്ടപ്പോൾ അവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം, അങ്ങനെ ഭയങ്കര പോസിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ ഇവിടെ ഈ ട്രാൻസ്ഫർ കാറിൽ കയറിയിട്ട് നേരെ ട്രോപ്പിക്കൽ ഗാർഡൻ കാണാൻ വേണ്ടി പോവാണ്. ഇവർക്കൊരു വലിയ ട്രോപ്പിക്കൽ ഗാർഡൻ ഈ അടുത്ത് ഇവരുടെ എക്സ്പാൻഷൻ പ്രൊജക്റ്റിൻ്റെ പാർട്ടായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ ടെർമിനൽ എക്സ്റ്റെൻഡ് ചെയ്തല്ലോ, ഈ എയർപോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തല്ലോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ പുതിയ പോർഷൻ എയർപോർട്ട്സ് ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ഇതിൽ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈവൻ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ഏകദേശം 15 hours ഇവിടെ സ്റ്റേ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കന്ന് ഹെൽത്ത് വെച്ചൊരു പ്രശ്നമായതുകൊണ്ടാണ് ഞാൻ നിന്നിടത്ത് തന്നെ ഇരുന്ന് കിടന്നൊക്കെ സമയം കളഞ്ഞത്. അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഗബ്രുക്കുട്ടനും ഉണ്ട്, പിന്നെ നമുക്ക് 6 hours ലേ ഓവർ ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സമയം കളയണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം വന്ന് ഇതൊക്കെ കണ്ട് ഇതിലേക്ക് നടന്നൊന്ന് എൻജോയ് ചെയ്തിട്ട് പിന്നെ ഇവിടെ ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 2 പ്ലേ ഏരിയ ഉണ്ട് പിള്ളേരുടെ. അപ്പോൾ അവിടെ കൊണ്ടുപോകുമെന്ന് വിചാരിച്ചാണ് ഞാൻ വരുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഇവിടെ ഏകദേശം വന്നിട്ടുണ്ട്. ഇതാണ് ട്രോപ്പിക്കൽ ഗാർഡൻ. ഇപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഇടയിൽ താഴെ നമുക്ക് ഫുട്പാത്ത് ഉണ്ട്, പിന്നെ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, മുകളിലൊരു ബ്രിഡ്ജുണ്ട്, അതിൽ നടന്ന് നമുക്ക് താഴേക്ക് നോക്കി കാണുകയും ചെയ്യാം. ഇതൊരു പിക്ചർ പ്ലാന്റ് ആണ് കേട്ടോ, എനിക്കിതെന്താണെന്ന് അറിയില്ലായിരുന്നു. ഗബ്രുക്കുട്ടനാണ് ഇതെനിക്ക് എന്താണെന്ന് പറഞ്ഞു തന്നത്. കുറേ ട്രീസൊക്കെ അവനെ ഇവിടെ നിന്ന് തന്നെ ഐഡൻറ്റിഫൈ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, നമുക്കറിയത്തില്ലാത്തതൊക്കെ പറഞ്ഞു തന്നിങ്ങനെ നമ്മളിതിലെ നടക്കുകയാണ്. അങ്ങനെ ഞാനിതിൽ നടന്നപ്പോഴത്തേക്കും ആക്ച്വലി ഇതിൽ കുറച്ച് ഹട്ടുകളും ടെൻറ്റുകൾ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി നോക്കി, എല്ലാവരും അതിനകത്ത് ആൾക്കാർ കിടക്കുന്നുണ്ടായിരുന്നു, പുതപ്പൊക്കെ പുതച്ച് നീണ്ടു നിവർന്ന് കിടന്ന് സായിപ്പന്മാരും മതേമ്മമാരെയൊക്കെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടോ, ഫ്രീ ആയിട്ടുണ്ടോ എന്ന്. അങ്ങനെയാണ് പിന്നെ നമുക്കും കിടക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഗബ്രുക്കുട്ടനാണെങ്കിൽ തിരിച്ച് എങ്ങനെയെങ്കിലും പ്ലേ ഏരിയയിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇത് ഓടി തീർത്ത് കണ്ടിട്ട് അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് പുള്ളിയുടെ ഇൻറ്റൻഷൻ. അപ്പോൾ ഇതിലേക്ക് നടക്കുമ്പം നമുക്ക് രസമല്ലേ, കാരണം ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പ്ലാസ്റ്റിക്കാണ്. ഞാൻ തൊട്ടൊക്കെ നോക്കിയപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഇഫക്റ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ പിന്നെ നോക്കിയപ്പോൾ ഇത് പ്ലാസ്റ്റിക് ഒന്നുമല്ല, ഇത് ഒറിജിനലാണ്. ഇതിൻ്റെ ഇടയിൽ അവർ പക്ഷികളെയൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് വെച്ചിട്ടുണ്ട്, അതാണ് നമുക്ക് കൺഫ്യൂഷൻ ആക്കുന്നത്, ഇത് ഒറിജിനൽ മരമാണോ എന്നുള്ളത്. പക്ഷിക്കൂടും പക്ഷികളെയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്, അത് ഒറിജിനൽ അല്ല, പക്ഷേ മരങ്ങളൊക്കെ ഒറിജിനൽ ആണെന്നാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു പറയുന്നത്. പിന്നെ ഞാൻ ആലോചിച്ച് ഇത്രയും പൈസ കൊടുത്ത് ഉണ്ടാക്കിയിട്ട് ഇത് ഒറിജിനൽ അല്ലെങ്കിൽ പിന്നെ എന്ത് ഇതാണ്, പ്ലാസ്റ്റിക് വെച്ച് പ്ലാസ്റ്റിക് കൊട്ടാരമോ പ്ലാസ്റ്റിക് എന്താ പറയുക കാർഡുണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്. പക്ഷേ അല്ല കേട്ടോ, ഒറിജിനൽ തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ കുറേ ആളുകൾ എല്ലാവരും ഒത്തിരി ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുണ്ട്. ഇതിൻ്റെ പുറത്ത് ഓപ്പൺ കഫേസ് ഉണ്ട്, അപ്പം നമുക്ക് കാപ്പിയൊക്കെ വാങ്ങിച്ചിട്ട് പുറത്തിരുന്ന് കുടിക്കാം, ഇവിടെ വന്നിരുന്ന് കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്യാം, ലിറ്റർ ചെയ്യാതിരുന്നാൽ മതി. അപ്പം ഇതുണ്ട്, എല്ലാം നല്ല രസമായിട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതാണ് കേട്ടോ ഹട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇതിനകത്തും പുറത്തും ഒക്കെ ആൾക്കാർ നിറച്ചുണ്ട്. അതിനകത്ത് നമ്മൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു, അതിനകത്തൊക്കെ ആൾക്കാർ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നടന്നു. പിന്നെ നമ്മൾ ഇവിടുന്ന് മുകളിൽ കയറി നമ്മൾ ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടി നടന്നു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചു പോകുന്നു ഒരു പിടിയുണ്ടായില്ല. ആദ്യം ഒന്ന് പുറത്തിറങ്ങി ലിഫ്റ്റ് എടുത്ത് മുകളിൽ ചെന്നു, കറങ്ങിയിട്ട് എവിടെ എത്തുന്നില്ല. അതായത് നമുക്ക് ഈ ട്രാൻസ്ഫർ കാർ തന്നെ തിരിച്ചെടുത്ത് വേണം തിരിച്ചു പോകാനായിട്ട്. ആ ട്രാൻസ്ഫർ കാറിൻ്റെ അങ്ങോട്ട് എത്താനേ പറ്റുന്നില്ല. പിന്നെ ചോദിച്ച് ഒരു കണക്കിനെയാണ് നമ്മൾ തിരിച്ച് എത്തിയത്. കുറേ ടൈമൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് നല്ലതാണ്. കുഞ്ഞു പിള്ളേരൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും അവർക്കുണ്ടാവില്ല ഈ മരമൊക്കെ കാണാനായിട്ട്. കുറച്ചുകൂടി പ്രായമായ ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, പ്രായം എന്ന് പറഞ്ഞാൽ ഒരു 10, 16, 17 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേർ കുറച്ചും കൂടി ഒന്ന് കാം ഡൗൺ ആവുമല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് ഇതൊക്കെ ഇരുന്ന് കാണാനൊക്കെ രസമായിരിക്കും. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ ആൾക്കാർ ചുമ്മാ അവിടെ ഇവിടെയൊക്കെ പായ വിരിച്ച് കിടക്കുകയും ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
കാരണം ഒത്തിരി എന്താ പറയുക വെയിറ്റൊക്കെ ഉള്ള സമയത്ത് ആൾക്കാർ വെറുതെ എവിടെയെങ്കിലുമൊക്കെ കിടക്കണമല്ലോ എന്ന് ഓർത്ത് കിടക്കുന്നതാന്ന് തോന്നുന്നു. എനിവേ അങ്ങനെ നമ്മൾ പതിയെ ട്രോപ്പിക്കൽ ഗാർഡനിൽ തിരിച്ച് ഇറങ്ങി പോവുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് ബർമിംഗ്ഹാമിലേക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ നമുക്ക് ബാക്കി. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇപ്പോൾ ഏകദേശം മിഡ് നൈറ്റ് ആയി. അപ്പം നല്ല ഉറക്കവും വരുന്നുണ്ട്, എന്നാൽ നമുക്ക് ഉറങ്ങാൻ സൗകര്യവും ഇല്ല. അങ്ങനെ കുറച്ച് നേരം ഇതിലേക്ക് നടന്ന് ഉറക്കം കളയുക എന്നുള്ളതാണ് ഇനി മെയിൻ ഉദ്ദേശം. ഇതിൻ്റെ ഇടയിൽ എന്നെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നതാണ് തിരിച്ച് കളിക്കാൻ പോകാം എന്ന് പറഞ്ഞിട്ട്. ഇതിനാണ് ഉറക്കവും ഇല്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഫ്ലൈറ്റ് ഖത്തറിനെടുത്ത് ഇപ്പോൾ ബർമിംഗ്ഹാമിലെത്തി. ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഇത് നമ്മൾ UK ബർമിംഗ്ഹാം ഇൻ്റർനാഷണലിൽ നിന്ന് നമ്മളുടെ സ്വന്തം നാടായ റൈറ്റൺ ഓൺ ഡൺസ്മോറിലേക്കുള്ള യാത്രയാണിത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ഇന്ന് വന്നിറങ്ങിയപ്പോൾ വലിയ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ചൂടായിരുന്നു. തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചു. ചെറിയൊരു ചാറ്റൽ പോലെ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ചൂടായിരുന്നു, തണുപ്പൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഡയസിന് വയ്യാതിരുന്നത് കൊണ്ട് ഡയസ് നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു ഊബർ എടുത്തിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ സ്വന്തം നാടായ റൈറ്റൺ ഓൺ ഡൺസ്മോറിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കണ്ടതാണ് റൈറ്റൺ ഗാർഡൻസ്. അവിടെ നമുക്ക് ഓർഗാനിക് വെജിറ്റബിൾസ് ഒക്കെ വാങ്ങാൻ കിട്ടും. ഇനി ഒരല്പം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെത്തും. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫാമാണ്. ഇതൊരു കുതിര ഫാമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റുള്ള നമ്മുടെ വ്യൂ ഇതാണ്. അപ്പോൾ ആ നേരെ ഫ്രണ്ടിൽ കാണുന്നതാണ് നമ്മുടെ വീട്. അപ്പോൾ ഞാൻ ഡ്രൈവർ ചേട്ടന് വീടൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ നമ്മൾ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ വന്ന വഴിക്ക് പുറത്തെ അവസ്ഥയൊക്കെ നോക്കുകയാണ്. ഇലയൊക്കെ കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മുറ്റത്ത് അത്യാവശ്യം ഇലകളുണ്ട്. പിന്നെ ഞാൻ ഓടി വന്ന് നമ്മുടെ പംകിൻ്റെ അവസ്ഥ നോക്കി. പംകിൻ വളരെ ശോകമായിരുന്നു.